ഫെബ്രുവരി 9 ഇന്നത്തെ ഡെയിലി റിഫ്ലക്ഷൻ ആത്മീയവശം തേടുക എന്ന തലക്കെട്ടോടുകൂടി ലാംഗ്വേജ് ഓഫ് ഹാർട്ടിലെ ഭാഗമാണ്. അവിടെ ഓരോ ആളുകളും തങ്ങൾക്ക് ആത്മീയമായ ഉണർവില്ല, അല്ലെങ്കിൽ തനിക്ക് പല രീതിയിൽ ഇതെന്താണ് ആത്മീയതയെക്കുറിച്ചുള്ള കാര്യങ്ങളൊന്നും കൃത്യമായ രീതിയിലല്ല എന്നിൽ പ്രവർത്തിക്കുന്നത് എന്നും എന്തൊക്കെയോ ഒരു കുറവുണ്ട് എന്ന് കരുതുന്ന ആളുകൾ പോലും, അവരിൽ പോലും അവരറിയാതെ പ്രവർത്തിക്കുന്ന ആ ആത്മീയവശം അല്ലെങ്കിൽ ആ രണ്ടാമത്തെ പടിയുടെ പ്രവർത്തനം നമുക്ക് കാണാൻ പറ്റുന്നത് അവർ തന്നെ പറയുന്ന ഇന്ന് മദ്യപിക്കാതെ ഇരിക്കുമ്പോൾ അവരിലുണ്ടാകുന്ന മാറ്റങ്ങൾ. അവിടെയാണ് എന്താണ് ആൽക്കഹോളിക്സ് അനോണിമസിൽ വലിയ ശക്തി, എങ്ങനെയാണ് ആ വലിയ ശക്തി പ്രവർത്തിക്കേണ്ടത്. ഇത് പലപ്പോഴും നമുക്ക് ചെറിയ രീതിയിലെങ്കിലും തെറ്റിദ്ധാരണാജനകമായിട്ട് മീറ്റിങ്ങുകളിൽ കേട്ട് പഴകിയ രീതിയിൽ നിന്ന് മാറ്റി വളരെ കൃത്യമാണ് ഈ ഡെയിലി റിഫ്ലക്ഷൻ നമ്മളെ കൊണ്ടുപോകുന്നത്. ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ മലയാളം ബിഗ് ബുക്കിലെ ആത്മീയ ഉണർവിനെക്കുറിച്ച് കൂടുതൽ പറയുന്നത് 215 പേജിൽ ആത്മീയ അനുഭവത്തെക്കുറിച്ച് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. എന്താണ് മാറ്റം? അത് തീർച്ചയായിട്ടും നമ്മളിൽ മാറ്റമുണ്ടാകുന്നു, മദ്യപിക്കാതെ ഇരിക്കുന്നു എന്ന് പറയുന്നതിനോടൊപ്പം ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ മീറ്റിങ്ങുകളിലും മറ്റു കാര്യങ്ങളിലൊക്കെ നമ്മൾ പങ്കെടുക്കുമ്പോൾ നമ്മളുടെ പെരുമാറ്റങ്ങളിലും മറ്റുള്ള ആളുകൾ അറിയുന്ന ഒരു മാറ്റമുണ്ട്. അത് നമുക്ക് അനുഭവങ്ങളെ നമ്മൾ എന്താ പറയുക, ആളുകളുടെ മുന്നിൽ അഭിനയിച്ച് കാണിക്കാവുന്ന ഒന്നുമല്ല. എളിമയായിക്കോട്ടെ മറ്റു കാര്യങ്ങളൊക്കെ നമുക്കറിയാമല്ലോ. എളിമയൊക്കെ നമുക്ക് അഭിനയിച്ച് നിൽക്കാനും നമ്മളങ്ങനെ എളിമയുള്ളവരൊക്കെ ആയിട്ട് അഭിനയിക്കുന്ന ആളുകളുമാണ് പലപ്പോഴും. അതൊന്നുമല്ല. ഇത് യഥാർത്ഥത്തിലുള്ള മാറ്റം മറ്റു മനുഷ്യരെ നമ്മളെ ക്ലോസ്ലി അറിയുന്ന, പ്രത്യേകിച്ച് നമ്മുടെ വീട്ടിലെ ആളുകൾക്ക് ഒക്കെ കൃത്യമായിട്ട് നമ്മളുടെ മാറ്റം അറിയാൻ പറ്റും. അപ്പോൾ നമ്മൾ അറിയാതെ പോലും ആത്മീയമായ മാറ്റം നമ്മളിൽ സംഭവിക്കുന്നുണ്ട്. മദ്യപിക്കാതിരിക്കുമ്പോൾ നമ്മളുടെ പെരുമാറ്റങ്ങളിലും അതേപോലെയുള്ള കാര്യങ്ങളിലൊക്കെ നല്ല രീതിയിലുള്ള മാറ്റം. അവിടെയാണ് ആത്മീയ വശം. എന്താണ് ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ ആത്മീയത? ആ ആത്മീയത നമ്മളിൽ പ്രവർത്തിക്കേണ്ട വിധം എന്താണ്? വലിയ ശക്തിയെക്കുറിച്ച് നമ്മുടെ കുടിക്കാതിരിക്കുക എന്ന ആ ഒരു അർത്ഥത്തിൽ മാത്രമാണോ എന്ന ചോദ്യമുണ്ട് അവിടെ. വലിയ ശക്തിയെക്കുറിച്ച് നമ്മൾ പറഞ്ഞുകൊണ്ട് ദൈവം എന്ന് പറയുന്നത് എല്ലാ തരത്തിലും എന്നെ അനുഗ്രഹിക്കുന്നു അല്ലെങ്കിൽ ഈ രീതിയിലാണ് എന്ന് കേട്ട് പരിചയിച്ച മതത്തിലെ ദൈവത്തെ പോലെ ഞാനിങ്ങനെ ദൈവത്തെ പുകഴ്ത്തിയിട്ട് മീറ്റിങ്ങുകളിൽ പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം എനിക്ക് അനുഗ്രഹം തരുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒന്നല്ല അവിടെ. ഞാനതിനെ പുകഴ്ത്തിയാലും പുകഴ്ത്തിയിട്ടില്ലെങ്കിലും എൻ്റെ പ്രവൃത്തിയും എൻ്റെ ചിന്തയും അതെനിക്ക് മാറ്റം ഉണ്ടാകുന്നുണ്ട്. തീർച്ചയായിട്ടും അതിനെ നമ്മൾ വലിയ ശക്തിയെക്കുറിച്ച് പുകഴ്ത്തുന്നതിന് പകരം, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പുകഴ്ത്തേണ്ട കാര്യമില്ല. ആത്മീയ വശത്തിനാണ് മുന്നിൽ കൊടുക്കുന്നതെങ്കിൽ ആത്മീയതയെക്കുറിച്ച് നമ്മൾ വാചാലരായിട്ടോ അതിനെക്കുറിച്ച് പറയില്ല. വളരെ കൃത്യമായ പ്രവൃത്തിയാണ്. ഏറ്റവും ഉദാഹരണം പറഞ്ഞാൽ, ഒരു ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ മീറ്റിങ്ങിൽ പങ്കെടുക്കുമ്പോൾ, അത് ഓൺലൈൻ മീറ്റിങ്ങിലൊക്കെ ആണെങ്കിൽ, ആ പങ്കെടുത്ത സമയത്ത് നമുക്ക് ഉത്തരവാദിത്തപ്പെട്ട് നമ്മൾ ആ മീറ്റിംഗ് തുടങ്ങി ആ കഴിയുന്നവരെയെങ്കിലും നമ്മൾ ഇരിക്കാൻ മര്യാദയ്ക്ക്, നമുക്ക് അത്യാവശ്യമൊന്നും ഇല്ലെങ്കിൽ അത് കേട്ടിരിക്കാനുള്ള ആ ഒരു മര്യാദ നമ്മൾ കാണിക്കുമ്പോൾ, അവിടെയാണ് മറ്റു മനുഷ്യരെ നമ്മൾ ഉൾക്കൊള്ളാൻ തയ്യാറാകുമ്പോൾ നമുക്ക് ആത്മീയ വശം കുറേശ്ശെയായിട്ട് വരുന്നുണ്ട് എന്ന് മനസ്സിലാവുകയാണ്. അവിടെ നമുക്ക് എതിർപ്പുള്ള ആശയങ്ങൾ കേൾക്കുമ്പോൾ അത് പറയാനുള്ള മറ്റുള്ളവരുടെ അവകാശത്തിനെ അംഗീകരിച്ച് കൊടുക്കാനുള്ള തയ്യാറെടുപ്പ് നമ്മളിൽ ഉണ്ടാകുമ്പോൾ നമ്മളുടെ സഹിഷ്ണുത വളർന്നുകൊണ്ടിരിക്കും. ആത്മീയമായ വശം നമ്മളറിയാതെ നമ്മളിൽ വളരുന്നൊരു കാര്യമാണ്. കാരണം നമ്മുടെ അതിനർത്ഥം നമ്മൾ ആ അഭിപ്രായങ്ങളോട് യോജിച്ചുകൊണ്ടല്ല. നമുക്കറിയാം, ഏടെ മീറ്റിങ്ങിൽ നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ കേൾക്കാറുണ്ട്, ഇഷ്ടമില്ലാത്ത വർത്തമാനങ്ങൾ പറയാറുണ്ട് പലരും. അവിടങ്ങളിലൊക്കെ തന്നെ നമുക്കത് അവർക്ക് അത് പറയുന്നത് അവരുടെ രീതിയാണ് എന്ന് പറഞ്ഞോടൊപ്പം അതോടൊപ്പം തന്നെ വേണ്ട ഭാഗങ്ങളിൽ വേണ്ട രീതിയിൽ തിരുത്തേണ്ടടുത്ത് തിരുത്താനും പറയേണ്ട സമയങ്ങളിൽ വിവേകത്തോടു കൂടി പറയാനും അതെങ്ങനെ പറയണമെന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തി. ഇതെല്ലാം ആത്മീയതയുടെ ഭാഗമാണ്. അല്ലാതെ കഴിവുകേടിൻ്റെ പര്യായമായിട്ട് നടക്കുക, ഏതെങ്കിലും ആളുകൾ കാണിക്കുന്ന തോന്നിയാസത്തിൻ്റെ ഒപ്പം നിൽക്കുക, ഇതൊന്നുമല്ല ഏടെ പ്രോഗ്രാം എന്ന് പറയുന്നത്. ആത്മീയത എന്ന് പറയുന്നത് വളരെ കൃത്യമായിട്ട് നമ്മുടെ തന്നെ കാലിൽ നിൽക്കുന്ന, ആരുടെയും മുന്നിൽ മുട്ടിലടയാതെ നിൽക്കുന്ന ഒന്നായി തന്നെയാണ് അവിടെ ഊന്നുന്നത് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ വലിയ ശക്തി, ആത്മീയത എന്നൊക്കെ പറയുന്നത്, ആ വലിയ ശക്തിയെക്കുറിച്ചുള്ള അവബോധം, ആ വിശ്വാസം, അതെല്ലാം പ്രവർത്തിക്കേണ്ടത് എൻ്റെ പ്രവൃത്തികളിലാണ്. ആ മീറ്റിംഗ് തൊട്ട് തുടങ്ങി എൻ്റെ വീട്ടിൽ,
മറ്റുള്ള ആളുകളുടെ പലപ്പോഴും നമ്മൾ പറയാറുണ്ട് മദ്യാസക്തി എന്ന് പറയുന്നത് മാരകമായ രോഗമാണ്, പല കുഴപ്പങ്ങളും നമുക്ക് ഉണ്ടാവാറുണ്ട്. പക്ഷെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, നമ്മൾ ആ രോഗമാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ആ രോഗത്തെ മറ്റുള്ളവരിലേക്ക് ഇങ്ങനെ പടർത്തി വിട്ടിട്ട് പുരോഗതി ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ പുരോഗതി പോയിട്ട് അതിൻ്റെ അടുത്ത് കൂടെ നമുക്ക് എത്താൻ പറ്റില്ല. അങ്ങനെയല്ല പ്രോഗ്രാം. സ്വയം സഹതാപത്തിലേക്ക് എത്തിയിട്ട് ഇങ്ങനെ പറയുക, അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരെ കമ്പയർ ചെയ്താൽ അവർക്കൊക്കെ അത്രയേ ഉള്ളൂ, ഞാനും അത്രയേ ഉള്ളൂ, നമ്മൾ അത്ര പോലും ആവില്ല എന്ന് നമ്മൾ മറ്റുള്ളവരെ കമ്പയർ ചെയ്യുന്നതോട് തന്നെ നമ്മൾ തകർന്നു കഴിഞ്ഞു. തീർച്ചയായിട്ടും നമുക്ക് മാറ്റം ഉണ്ടാവണം. നമുക്ക് മാറ്റുവാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ ഈ പറച്ചിലുകൾ നമുക്ക് മാറ്റാൻ പറ്റും. നമുക്ക് മാറുവാനുള്ള സന്നദ്ധതയുണ്ടോ? തീർച്ചയായിട്ടും നിങ്ങൾക്ക് മാറാൻ കഴിയും തന്നെയാണ് പ്രോഗ്രാം ഉറപ്പ് വരുന്നത്. ഒരു കാര്യത്തിലും ഇത് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ടില്ല. ആ പുരോഗതി പറയുന്നത് തന്നെ പരിപൂർണത ലക്ഷ്യം വെച്ചുകൊണ്ട് നിങ്ങൾ പ്രവർത്തിക്കാൻ തയ്യാറാണോ, നിങ്ങൾ നിങ്ങളുടെ കുഴപ്പങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടോന്നാ. നിങ്ങളല്ല തത്തമ്മേ പൂച്ച പോലെയാണ് പാടിക്കൊണ്ടിരിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആയ കാലം മുതൽ ഒരേ ഷെയറിങ് നടത്തിക്കൊണ്ടിരിക്കും. അതല്ല, നിങ്ങളുടെ ജീവിതത്തിലുള്ള മാറ്റത്തെക്കുറിച്ച് നിങ്ങൾ പറയാൻ തയ്യാറുണ്ടോ? നിങ്ങൾക്ക് മാറ്റം ഉണ്ടാവണം, നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? അതല്ല, കിട്ടിയത് കൊണ്ടാണ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ നിങ്ങളെ കൊണ്ട് പ്രയോജനപ്രദമല്ല, നിങ്ങൾക്ക് പ്രയോജനം ഉണ്ടാവില്ല, മറ്റുള്ളവർക്കും ഉണ്ടാവില്ല. കാരണം ജീവിതത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ, ജീവിതത്തിൽ നമ്മൾ കാണുന്ന കാഴ്ചപ്പാടിലെ മാറ്റം, ഇതെല്ലാം ആത്മീയതയിൽ പ്രവർത്തിക്കേണ്ടതാണ്. അതല്ലാണ്ട് ഞാനൊരു വലിയ ശക്തിയിൽ വിശ്വസിക്കുന്നു, അങ്ങനെയാണ് ഇങ്ങനെയാണ്, ആ ദൈവം അങ്ങനെയാണ്, ഇതൊന്നുമല്ല. നമ്മളെ ശിക്ഷിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെയോ ചെയ്തുകൊണ്ട് നമ്മളെ കൂടുതൽ സ്നേഹിക്കുന്ന, അങ്ങനെയൊന്നും ആയിട്ടുള്ള രീതിയിലോ എന്തൊക്കെയോ തരുന്ന, എല്ലായ്പ്പോഴും നമ്മളെ സ്നേഹത്തോട് നോക്കുന്ന ദൈവത്തെക്കുറിച്ചാണ് പറയുന്നത്. ആ ദൈവം നമ്മളെ ശിക്ഷിക്കാനിരിക്കുന്നതല്ല, മറിച്ച് നമ്മൾ നന്നായി പ്രവർത്തിച്ചു കൊണ്ട് കൂടുതൽ എന്തൊക്കെയോ സമ്മാനങ്ങൾ തരിക ഒന്നുമല്ല. മറിച്ച് എന്താണ്, ഈ വലിയ ശക്തി എന്ന ആശയം തീർച്ചയായിട്ടും വീണ്ടും മധ്യത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകാതെ നമ്മുടെ സാഹചര്യങ്ങളെ എങ്ങനെയാണോ ആ രീതിയിൽ ഉൾക്കൊള്ളാൻ നമ്മളിൽ ഒരു മാറ്റം ഉണ്ടാക്കുക, നമ്മളിൽ അടിമുടിയുള്ള ഒരു മാറ്റത്തിൻ്റെ തയ്യാറെടുപ്പാണ് ഇന്നത്തെ ഡെയിലി റിഫ്ലക്ഷൻ വളരെ കൃത്യമായിട്ട് വന്നത്. നമുക്ക് ഒരുമിച്ച് കൊണ്ടേ പറയും തത്വങ്ങളോട് മുന്നോട്ട് പോകാം. ശുഭദിനം, സുപ്രഭാതം.